ഓം ശാന്തി. ജ്ഞാനാത്മാ നിരാകാരി ധാമം പരമധാമത്തിൽ എൻ്റെ നിരാകാരി സ്വരൂപത്തിൽ പരംപിത പരമാത്മാ ശിവബാബയുടെ കൂടെയിരിക്കുന്നു. ഞാൻ പിതാവിൻ്റെ ആജ്ഞയെടുത്ത് സൂക്ഷ്മവതനത്തിലേക്ക് പോകുകയാണ്. എൻ്റെ പ്രകാശ ശരീരം ധാരണ ചെയ്ത് പതുക്കെ താഴേക്ക് വന്ന് എൻ്റെ ഫരിസ്ത സ്വരൂപത്തിൽ പൃഥ്വിയുടെ ഗ്ലോബിനു മുകളിലിരുന്ന് മുഴുവൻ വിശ്വത്തെയും കാണുകയാണ്. വിശ്വത്തിലെ സർവാത്മാക്കളും ദുഃഖിതരും അശാന്തരുമാണ്. സർവ ആത്മാക്കളും സത്യഹൃദയത്തോടെ തങ്ങളുടെ ഇഷ്ടദേവന്മാരെ വിളിക്കുന്നു. ദുഃഖഹർത്ത, സുഖകർത്ത, രക്ഷപ്പെടുത്തൂ, കൃപ കാണിക്കൂ, അത്യാചാരങ്ങളിൽ നിന്നും രക്ഷിക്കൂ. ആത്മാക്കളിൽ വൈരാഗ്യം ഉത്പന്നമാകുന്നു. അവർ മുക്തിയും ജീവൻ മുക്തിയും യാചിക്കുന്നു. സർവാത്മാക്കളുടെയും ദുഃഖം കണ്ട് എൻ്റെ മാസ്റ്റർ മേഴ്സിഫുൾ രൂപം ജാഗ്രതമാകുന്നു. ഞാൻ ബാപ്പ് ദാദയുടെ ആഹ്വാനം ചെയ്യുന്നു. ഇപ്പോൾ ബാപ്പ് ദാദ സൂക്ഷ്മവതനത്തിൽ ഞാൻ ഫരിസ്തയുടെ മുകളിൽ ഛത്രഛായയായി എൻ്റെ സംഘത്തിലെത്തിയിരിക്കുന്നു. ബാപ്പ് ദാദയുടെ ദൃഷ്ടിയിൽ എൻ്റെ മാസ്റ്റർ ദയാഹൃദയ രൂപം ജാഗ്രതമാകുന്നു. ബാബയിൽ നിന്നും വരുന്ന സുഖ ശാന്തി ശക്തികളുടെ കിരണങ്ങൾ ഞാൻ ഫരിസ്തയിലേക്ക് ഇടതടവില്ലാതെ ഒഴുകി വരുന്നു. എൻ്റെ സ്വരൂപം ശക്തിശാലിയാകുന്നു. ഈ ശക്തിശാലി കിരണങ്ങൾ വിശ്വത്തിൻ്റെ ഗ്ലോബിനു മുകളിൽ വീഴുന്നു. സുഖ ശാന്തി ശക്തികളുടെ അസംഖ്യ കിരണങ്ങൾ വിശ്വത്തിലെ അശാന്തരായ ആത്മാക്കളുടെ അടുത്തെത്തുന്നു. ഭക്തജനങ്ങൾ തൻ്റെ ജന്മജന്മങ്ങളിലെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകുന്നു. സ്വയം തന്നിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി അനുഭവം ചെയ്യുന്നു. സ്വയം സുരക്ഷിതമായി അനുഭവമുണ്ടാകുന്നു. പതിത ആത്മാക്കളും തൻ്റെ ചെയ്തുപോയ കുകർമ്മങ്ങളിൽ നിന്നും പശ്ചാത്താപത്തിൽ നിന്നും രക്ഷ നേടുന്നു. ഞാൻ ഫരിസ്ത സാക്ഷിയായി സർവ ആത്മാക്കളിലും സഹനശക്തിയും എതിരിടാനുള്ള ശക്തിയും നിറയ്ക്കുന്നു. പാപങ്ങളിൽ നിന്നും മുക്തമായി പവിത്രമായി പരമാത്മ ശരണത്തിലെത്തുന്നു. ഞാൻ ശാന്തിധാമം മുക്തിധാമത്തിലേക്ക് മടങ്ങുന്നു. പതുക്കെ പതുക്കെ തൻ്റെ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തമാകുന്നു. മുക്തിയുടെ ആശയിൽ ആകാശത്തിൻ്റെ നേരെ പോകുന്നു. ദേഹത്തോടുള്ള മോഹം നഷ്ടമാകുന്നു. ഇപ്പോൾ ഓരോ ആത്മാക്കളും
തൻ്റെ യഥാർത്ഥ വീടായ ശാന്തിധാമത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൽ ഒരേ ഒരു സങ്കല്പമാണ്: ഈ നശ്വര ശരീരത്തിൽ നിന്നും മുക്തമായി മുക്തി പ്രാപ്തി ചെയ്യട്ടെ. ഞാൻ മാസ്റ്റർ മുക്തിദാതാവിൻ്റെ രൂപം ഇമർജ് ചെയ്ത് തൻ്റെ പവർഫുൾ ദൃഷ്ടിയെ ആത്മാക്കൾക്ക് നൽകുന്നു. എൻ്റെ പവർഫുൾ ദൃഷ്ടി വിശ്വത്തിൻ്റെ ഓരോ കോണിലും എത്തുന്നു. എൻ്റെ ദൃഷ്ടി പതിയുമ്പോൾ ആത്മാക്കൾ തമോപ്രധാനത്തിൽ നിന്നും മൂകമായി സ്വരൂപമാകുന്നു. സ്വച്ഛവും നിർമ്മലവുമാകുന്നു. സർവാത്മാക്കളും തൻ്റെ നശ്വര ദേഹത്തെ ത്യജിച്ച് മുക്തിധാമത്തിന് നേരെ പറന്നുയരുന്നു. കാരണം എന്ന വാക്കിൽ നിന്നും മുക്തമായിരുന്ന് പെരുമാറ്റത്തിലൂടെ മുഖത്തിലൂടെ മുക്തി നൽകുന്ന മുക്തിദാതാവാകുന്നു. സേവനത്തിൻ്റെ ഉണർവും ഉത്സാഹത്തോടുമൊപ്പം സദാ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലിരിക്കുന്നു. ഓരോ കുട്ടിയും ബാലകനുമാണ്, യജമാനനുമാണ്. ബാബയുടെ ആഗ്രഹമാണ് കാരണം എന്ന വാക്കിനെ സമാപ്തമാക്കി നിവാരണം എന്ന വാക്ക് ധാരണ ചെയ്യുക. ഇന്ന് ബാപ്പ് ദാദ കാരണം എന്ന വാക്കിനെ സമ്മാനമായി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അനുഭവി മൂർത്തിയായി ഏതെങ്കിലും ഒരനുഭവം ചെയ്യേണ്ടതാണ്. മസ്തകത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഞാൻ അനുഭവത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് കണ്ണുകളിലൂടെയും മസ്തകത്തിലൂടെയും ഏതെങ്കിലുമൊക്കെ ശക്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നു. അതിനായി ഉണർവും ഉന്മേഷവും പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയും വേണം. പരിധിയില്ലാത്തവരാണെങ്കിലും ദേഹാഭിമാനം കാരണം നിലനിൽക്കില്ല. ആത്മാഭിമാനി സ്ഥിതിയിലൂടെ ദേഹബോധത്തെ വംശസഹിതം നശിപ്പിക്കുന്നു. എല്ലാം ചെയ്തുകൊണ്ടും താമരപ്പൂവ് പോലെ കർമ്മയോഗിയായിരിക്കുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും മസ്തകത്തിലൂടെ ശാന്തി, ശക്തി, സന്തോഷത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. ഞാൻ ദേഹാഭിമാനത്തിൻ്റെ അനുഭവങ്ങൾ പരിവർത്തനമാക്കുന്നു. ദീർഘകാലത്തെ പരിവർത്തനം ദീർഘകാല പ്രാപ്തിയുടെ അധികാരിയാക്കുന്നു. സമ്പൂർണതയുടെ സമയം സമീപത്ത് കൊണ്ടുവരണം. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന സഹജയോഗിയും സ്വതഹയോഗിയുമാകുന്നു. ശരീരത്തിൽ നിന്നും ഉപരി അശരീരിയോ ആത്മാ അഭിമാനിയോ ബന്ധനമുക്തരോ യുക്തിയുക്ത യോഗയുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. അവരാണ് സഹജയോഗി, സ്വതഹയോഗി, കർമ്മയോഗി,
ശ്രേഷ്ഠയോഗിയുമാകുന്നത്. അവർക്ക് ആഗ്രഹിക്കുന്നത്രയും സമയം തന്റെ സങ്കല്പങ്ങളുടെ ശ്വാസവും ബാബയിൽ സ്ഥിതി ചെയ്യിപ്പിച്ച് കഴിയുന്നു. ഏകരസസ്ഥിതിയുടെ ശ്രേഷ്ഠ ആസനത്തിൽ വിരാജമാനായിരിക്കുന്നതാണ് തപസ്വി ആത്മാവിന്റെ അടയാളം. ബാബ സൂചന തന്നിരിക്കുന്നു, ശ്രേഷ്ഠാത്മാവായ ഞാൻ വിജയിയാകുന്നതിന്റെ പാർട്ട് അനേക തവണ അഭിനയിച്ചതാണ്. സ്മൃതി സ്പഷ്ടമായില്ലെങ്കിൽ ബാബയുടെ മുന്നിൽ സ്വയം തന്നെ സ്പഷ്ടമാക്കില്ല എന്ന് വ്യക്തമാണ്. ഓം ശാന്തി.